നല്ല രുചിയും മധുരവുമുള്ള പഞ്ചാമൃതം കഴിക്കാനായിട്ട് ഒട്ടുമിക്ക ആളുകൾക്കും തന്നെ ഇഷ്ടമായിരിക്കുമല്ലേ. പ്രസാദമായിട്ടൊക്കെ നമുക്ക് ഈ പഞ്ചാമൃതം ലഭിക്കാറുണ്ട്. എന്നാൽ താമരവിത്തുകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പഞ്ചാമൃതത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് നമ്മൾ അത്തരത്തിലുള്ള ഒരു പഞ്ചാമൃതമാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമുക്കായി ഇത് പരിചയപ്പെടുത്തുന്നു മീന ഭണ്ഡാരി. ഇനി ഇത് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു ബൗളിൽ തൈര് ഒഴിച്ച് അത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നല്ല ഒരു സ്മൂത്തായി ലഭിക്കുന്നത് വരെ ഇളക്കണം. ഇനി ഇതിൽ പാൽ ചേർത്ത് വീണ്ടും ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് 2.25 കപ്പ് പൊടിച്ച പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ തേനും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതും ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് താമരവിത്തുകൾ എടുത്ത് അത് ചെറുതായി മുറിച്ചു വെക്കുക. ഇവിടെ മുറിച്ചു വെച്ചിട്ടുണ്ട്. അടുത്തതായി ആദ്യം തയ്യാറാക്കി വെച്ച മിശ്രിതം എടുത്ത് അതിൽ തേങ്ങാപ്പൊടിയും ഉണക്കമുന്തിരിയും ചിരോഞ്ചി, അരിഞ്ഞു വെച്ച താമരവിത്തുകൾ, ബദാം, കശുവണ്ടി എന്നിവ ചേർക്കുക. എന്നിട്ട് എല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഏറ്റവും മുകളിലായിട്ട് ഉരുക്കി വെച്ചിട്ടുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. ഏറ്റവും അവസാനം തുളസിയിലകളും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. സ്വാദിഷ്ടമായിട്ടുള്ള പഞ്ചാമൃതം ഇവിടെ തയ്യാറാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വാദാണ് ഇതിനുള്ളത്. അപ്പോൾ നിങ്ങളും ഈ പഞ്ചാമൃതം വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.